കൊല്ലം ചിതറയിൽ 14 വയസ്സുള്ള കുട്ടിയെ കാണാനില്ലെന്ന് പരാതി. വളവ് പച്ച സ്വദേശി അഭയിനെയാണ് കാണാതായത്. ട്യൂഷന് വേണ്ടി വീട്ടിൽ നിന്ന് പോയതാണ് കുട്ടി. CCTV ദൃശ്യങ്ങൾ കുട്ടിയുടെ പുറത്തു വന്നിട്ടുണ്ട്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, ഈ ദൃശ്യങ്ങളിൽ കുട്ടിയുടെ ഷോൾഡർ ബാഗിന് പുറമെ കയ്യിൽ ഒരു ബാഗ് കൂടി കാണുന്നുണ്ട്. എപ്പോഴാണ് ഈ കുട്ടിയെ കാണാതായത്? എന്താണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം രാവിലെയാണ് കുട്ടി വീട് വിട്ടിറങ്ങുന്നത്. 14 വയസ്സുള്ള അഭയാണ്. കൊല്ലം ചിതറ സ്വദേശിയാണ്. കുട്ടി ട്യൂഷൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ട്യൂഷന് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. ട്യൂഷന് പോയിട്ടും തിരികെ എത്താത്തൊരു സാഹചര്യം ഉണ്ടായി. വൈകുന്നേരമായപ്പോൾ കുട്ടിയെ കാണാതെ ഇവർ തിരക്കിയത്. അപ്പോൾ ട്യൂഷന് എത്തിയിട്ടില്ല എന്ന വിവരം ലഭിച്ചു. തുടർന്ന് ചിതറ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസ് എത്തി അന്വേഷിച്ചപ്പോഴാണ് ഈ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായത്. ഇത് ഇവരുടെ വീടിന് സമീപത്ത് തന്നെയുള്ള ഒരു ദൃശ്യമാണ്. റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിരിക്കുന്നത്. കയ്യിൽ ശ്രീയ സൂചിപ്പിച്ചതുപോലെ തന്നെ കയ്യിൽ ഒരു ഭാഗം കാണാം. സ്കൂൾ ബാഗിന് ഉപരി മറ്റൊരു ഭാഗം കൂടി ഉണ്ട്. അപ്പോൾ ചില സംശയങ്ങൾ പോലീസിനും വീട്ടുകാർക്കും ഉണ്ടായി. കാരണം വീട് വിട്ട് ദീർഘദൂരം യാത്രയ്ക്ക് മറ്റോ പോയതാണോ എന്ന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാരിപ്പള്ളി മടത്തറ റോഡാണിത്. ബസ് കാത്ത് നിൽക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നടന്നു നീങ്ങുന്നത്. ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്കാണ് നടന്നു നീങ്ങുന്നത്. തുടർന്നുള്ള ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെയും അത് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടില്ല. മറ്റു പോലീസ് സ്റ്റേഷനുകളിലേക്കെല്ലാം അറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കുട്ടിയെ കണ്ടുകിട്ടുകയാണെങ്കിൽ ഉടനെ അറിയിക്കണം എന്നുള്ളൊരു അറിയിപ്പെല്ലാം എല്ലാവരിലേക്കും സോഷ്യൽ മീഡിയയിലടക്കം നാട്ടുകാരടക്കം പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ അഭയം മടങ്ങിയെത്തുന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് നാട്ടുകാരും വീട്ടുകാരും. ശരി, അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 14 വയസ്സുള്ള കുട്ടിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കാം. എവിടെയായാലും വളരെ പെട്ടെന്ന് തിരിച്ചെത്തുക. കാരണം കയ്യിലൊരു ബാഗൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു യാത്ര പോകുന്നു എന്ന മട്ടാണ് കയ്യിലെ ബാഗൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കാം.